എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ദേ തിരുവനന്തപുരം പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഇടം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു സ്റ്റേ സോൺ ഹരിതം എന്ന് പറയുന്ന ഈ ഒരു സർവീസ് അപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും അറിയണം തോന്നി, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഏതൊരു യാത്രയിൽ നമ്മുടെ താമസിക്കുന്ന സ്ഥലം സ്വന്തം വീട് പോലെയും വൃത്തിയുള്ളതും ആകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരും. എന്നത് സ്റ്റേ സോൺ ഹരിതം എന്ന് പറയുന്ന ഈ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്വന്തം വീട് പോലെ എല്ലാ ഉപകരണങ്ങളും ഒക്കെയുള്ള ഒരു അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഡീലക്സ് ഡബിൾ റൂമിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 1300 രൂപയും ടാക്സും ഉള്ളൂ. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇനി സ്വന്തമായി പാചകം ചെയ്യണമെങ്കിൽ ഇത് അടിപൊളിയായിട്ടുള്ള കിച്ചണും ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഡൈനിങ് ടേബിളും ഫ്രിഡ്ജും അടക്കം പാത്രങ്ങളെല്ലാം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു കുടക്കീഴിലൊരുക്കിയ ഈ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ടൗണിന്റെ മധ്യഭാഗത്ത് തന്നെയാണ്. തുണി അലക്കണോ അതിനും സംവിധാനമുണ്ട്, വാഷിംഗ് മെഷീനും തയ്യാറാണ്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് 4 കിലോമീറ്ററും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് 2 കിലോമീറ്ററും തമ്പാനൂരിലേക്കൊക്കെ ആണെങ്കിൽ 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ സ്റ്റേ സോൺ ഹരിതം ഇവിടെ റെഡിയാണ് കേട്ടോ. AC ഡബിൾ റൂമും ഡിലക്സ് ഡബിൾ റൂമും അടക്കം എല്ലാം റെന്റൽ പർപ്പസ് കിട്ടുമെന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി തിരുവനന്തപുരം ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖസുന്ദരമായി താമസിക്കാം. ഒരുപാട് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. സ്റ്റേ സോൺ ഹരിതത്തിന്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ.